ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു CPM കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വീകരിച്ചു വരുന്ന മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് പിന്നെ ഒരു അപരവൽക്കരിക്കുന്ന സ്വഭാവം, അവരുടെ ആവശ്യങ്ങളോടും അവകാശങ്ങളോടും ഒക്കെ ആ രൂപത്തിലുള്ളൊരു സ്വഭാവം അല്ലെങ്കിൽ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത്. അത് വലിയ രൂപത്തിൽ തന്നെ മുസ്ലിം സമൂഹം ഒരു മാസമായിക്കൊണ്ട് LDFനെതിരായി വോട്ട് ചെയ്യുന്നതിലേക്കടക്കം എത്തുന്നത് നമ്മൾ കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ വിസിബിളായി കണ്ടു. ഇപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ റിസൾട്ടിൽ നിന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇതിൽ പിന്നെ വളരെ രസകരമായിട്ടും അല്ലെങ്കിൽ ഇപ്പം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ് CPM അതിനെ പിന്നെ മറികടക്കാൻ ശ്രമിച്ച ഒരു രീതി. എന്താ വെച്ചാൽ ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ അവസാന ആഴ്ചകളിലേക്കൊക്കെ എത്തുമ്പോൾ ചില ഈ രാഷ്ട്രീയ സംഘടനകളെ അല്ലെങ്കിൽ സാമുദായിക മതസംഘടനകളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ച് അല്ലെങ്കിൽ അതിനങ്ങോട്ട് പിന്നെ ഒരുമിച്ചാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം അവർ നടത്തി. എന്തിനാണ് ബാലൻസ് ചെയ്യുന്നത്? ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തോളം അല്ലെങ്കിൽ കുറച്ച് തീവ്രമായി കൊണ്ട് കഴിഞ്ഞ 5 വർഷത്തോളം വളരെ അധികം മുസ്ലിം വിരുദ്ധമായ പ്രസ്താവനകൾ മുസ്ലിങ്ങൾ തീവ്രവാദികളാക്കുക, അവരുടെ അവകാശങ്ങൾ പറഞ്ഞാൽ അതിനെ മതമൗലികവാദാക്കുക, ജിഹാദികളാക്കുക, ഇങ്ങനെയുള്ള നാർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള കാര്യങ്ങളെ എൻഡോസ് ചെയ്യുക, വെള്ളാപ്പള്ളിയുടെ കൈപിടിക്കുക, പിന്നെ കാറിൽ കയറ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അതൊക്കെ ചെയ്ത് ആ പറഞ്ഞ എല്ലാ പിന്നെ വൃത്തികെട്ട പൊളിറ്റിക്സും കളിച്ച് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ മുസ്ലിം ക്രൈസ്തവ ഡിവൈഡ് ഉണ്ടാക്കി അങ്ങനെയുള്ള എല്ലാ പണികളും ചെയ്തിട്ട് അവസാനം വന്നിട്ട് ഏത് 2 സംഘടനാ നേതാക്കന്മാരെ പിന്നെ ചാക്കിലാക്കിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് പിന്നെ പാർട്ടി സംഘടന വോട്ടുകൾ കിട്ടും, അതുവഴി ഈ പറഞ്ഞ മുസ്ലിങ്ങളുടെ വോട്ടുകൾ കിട്ടും എന്ന് വിചാരിച്ചെടുത്താണ് CPMന് ഏറ്റവും വലിയ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. അതായത് മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം സംഭവിച്ച കാര്യമില്ല. അവകാശങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവഗണിക്കുക, അതിനെ പരിഗണിക്കാതിരിക്കുക, അതേപോലെ തന്നെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും മറ്റു പല താല്പര്യങ്ങളിൽ നിന്നും വരുമ്പോൾ മിണ്ടാതിരിക്കുക, സംസാരിക്കേണ്ട അടുത്ത് വളരെ കുറ്റകരമായിട്ടുള്ള മൗനം അവലംബിക്കുക, ഒരുപാട് തവണ വർഗീയ പ്രസ്താവനകൾ പറയാം, അതും ഓരോ സംഘടനകൾ എടുത്തു പറഞ്ഞ്, മുജാഹിദുകൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു പറയാം, ജമാഅത്ത് ഇസ്ലാമിന്ന് എന്നും പറയാം, പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് ദിക്റൊക്കെ ചെല്ലുന്നത് പോലെ ഒരു എന്താ പറയുക മന്ത്രമൊക്കെ ജപിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതേപോലെ തന്നെ സമസ്തയെ എടുത്തു പറയാം, ഇങ്ങനെ ഉള്ളിലേക്ക് പാണക്കാട് തങ്ങൾ, മലപ്പുറം ഓരോന്ന് എടുത്തിട്ട് വർഗീയവൽക്കരിക്കുക, SDPI എല്ലാവരും ഇല്ലാത്തവരാരുമില്ല. ഞാൻ പറയുന്നത് ചില ആൾക്കാരൊക്കെ പറയാം അത് അന്ന് ഈ സംഘടനയാണ്, അല്ല എല്ലാ സംഘടനയും. അത് നമ്മൾ എന്നാ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 50 വർഗീയ പ്രസ്താവന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നിനും എടുത്തു പറയുന്ന കൃത്യമായി പറയുന്നുണ്ട്. മുജാഹിദ് എല്ലാത്തിനെയും പറഞ്ഞിട്ടുണ്ട്. ഒന്നിനെ പറയുമ്പോൾ മറ്റേത് പറയില്ല എന്നുള്ളത് വലിയൊരു ഉപകാരമാണ്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ ചെയ്ത് ഏറ്റവും വലിയ ഈ പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മുസ്ലിങ്ങളെ അപരവൽക്കരിച്ച് മുന്നോട്ട് പോയ കഴിഞ്ഞ വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികൾ ഒപ്പിച്ചാൽ ആരെങ്കിലും ഒന്ന് പിടിച്ചാൽ അത് എഫക്റ്റ് ഉണ്ടാക്കുന്ന ശരിക്കും മനസ്സിലായി. നിങ്ങൾ വിചാരം ഒരു സംഘടന നേതാവ് പറയുമ്പോൾ അന്ന് ഞങ്ങൾ അങ്ങോട്ട് വോട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്നോ? മുസ്ലിങ്ങളെന്നല്ല, കേരളത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗം വിചാരിക്കുന്നുണ്ടോ? ക്രൈസ്തവർ വിചാരിക്കുമോ? കുറച്ച് പറയാൻ ചെയ്യോ? അങ്ങനെ ചെയ്യുമെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട് BJPക്കാരെന്ന് വോട്ട് ചെയ്യിപ്പിക്കാൻ. പല ബിഷപ്പും എത്ര പിന്നാലെ നടന്നു ചെയ്തിട്ടില്ലല്ലോ, വില കൂട്ടിയിട്ടും അത് ഒരു വിധം ശ്രമിച്ചിട്ടുണ്ട്, അതൊന്നും പറ്റില്ല. ഇവിടെ അതിനപ്പുറത്തേക്ക് മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് നിങ്ങൾ വിലയിരുത്തി, നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് മുസ്ലിം സമൂഹത്തെയും കേരള സമൂഹത്തെയും വിലയിരുത്തുന്നിടത്ത് CPMന് കാര്യമായ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. ഏതെങ്കിലും സംഘടന എങ്ങനെ പിടിച്ചാൽ അവർക്ക് അവരുടെ സംഘടനാ താല്പര്യം ചിലപ്പോഴൊക്കെ ഈ സമുദായത്തിന്റെ താല്പര്യവും സമൂഹത്തിന്റെ താല്പര്യത്തിനൊക്കെ സംഘടനയും വ്യക്തിപരമായുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. സംഘടനാ താല്പര്യത്തെ കൂടുതലായി കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടാവുമായിരിക്കും. ആ സംഘടനകൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് അവരുടെ തന്നെ അണികൾ പോലും വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്യില്ല എന്നുള്ള പ്രത്യേകത കേരള മുസ്ലിങ്ങളുടെയും കേരളത്തിന്റെയും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ ചില സംഘടനകളൊപ്പം പിടിച്ചു, അവരുടെ എന്തൊക്കെ ഉറപ്പ് കിട്ടിയെന്നുള്ളതുകൊണ്ടുള്ള പ്രസ്താവനകളൊക്കെ പുറത്തുനിന്നുണ്ടാവും. ഇപ്പോൾ ചില മുസ്ലിം സംഘടനകൾ എന്ന് പറഞ്ഞാൽ അവ്യക്തമായ പ്രസ്താവനകൾ കൊണ്ട് പൊതിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക അത്തരത്തിൽ ആർക്കൊപ്പമാണെന്ന് പറയില്ല, അത് ഞങ്ങൾ ആർക്കും അങ്ങനെ എതിരൊന്നുമല്ല, അങ്ങനെ ഞങ്ങൾ രഹസ്യമായിട്ട് ഇങ്ങനെ അവ്യക്തമായ പ്രസ്താവനകൾ കൊണ്ട് പൊതിഞ്ഞ് വളരെ എന്താ പറയുക ഉള്ളിലൂടെ അന്വേഷിക്കപ്പെട്ട് സപ്പോർട്ട് നൽകിയൊരു സംഘടന ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ സംഘടനകൾ ഉണ്ടാവും. അതേപോലെ തന്നെ രാഷ്ട്രീയപരമായി തന്നെ സഖ്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പെരുമാറിയ സംഘടനകൾ ഉണ്ടാവാം. അതെ, ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്തുപകാരം കിട്ടിയത്? ഇവരെ കൊണ്ട് ഈ 36 സീറ്റാണോ കിട്ടിയത് ഇവരെ കൊണ്ട്? അത് അവരുണ്ടെങ്കിൽ അവൻ കിട്ടുള്ളൂ. കിട്ടില്ല. അവരുടെ ഒരു വാക്ക് കൊണ്ടും അവരുടെ പ്രസ്താവന അവരുടെ അണികളുടെ വോട്ട് പോലും കിട്ടില്ല. ഇത് ഈ സംഘടനകൾ മാത്രമല്ല, ഏത് സംഘടനയായാലും നിങ്ങൾ ഇങ്ങനെ പിടിച്ചാൽ, അതായത് ഒരു 10 വർഷം
മൊത്തം മുസ്ലിം വിരുദ്ധത. ഈ ഇസ്ലാമോഫോബി, മുസ്ലിം വിരുദ്ധതയും തീവ്രവാദിയാക്കലും ഒക്കെ ചെയ്യുക. എന്നിട്ട് അവസാനം പോയിട്ട് രണ്ട് ഈ സംഘടനകളെ കണ്ട് പിടിച്ച സംഘടനയല്ല, വേറെ സംഘടനയാന്ന് വിചാരിച്ചോട്ടെ. അടുത്ത പ്രാവശ്യം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതാ ഒരു EK സമസ്ത ഫോർ എക്സാമ്പിൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു KNM, അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന എടുത്ത് വിചാരിക്കുക, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെ കൂടി നിൽക്കുക. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഈ പറഞ്ഞ പണികൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വോട്ട് കിട്ടും വിചാരിക്കണ്ടോ? ഞാൻ പറയുന്നത് ഇതിന്റെ അണികൾ പോലും ചെയ്യൂല. കാരണം ഇതിന്റെ അണികൾ പോലും ചിന്തിക്കാൻ ഓക്കെ, ഞങ്ങളുടെ പാർട്ടി അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന അങ്ങനെ പറഞ്ഞു, പക്ഷേ ആർക്ക് വോട്ട് ചെയ്യാനാണ് പറയുന്നത്? ഇത്രയും വലിയ മുസ്ലിം വിരുദ്ധത ചെയ്ത, മുസ്ലിം വിരുദ്ധത കൊണ്ട് പിന്നെ അതിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സംഘടന, ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ? അത് പറ്റൂല. അത് അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. വളരെ ചുരുങ്ങിയ, ഇപ്പോൾ ഒരു പക്ഷേ എല്ലാ സംഘടനൻ്റെ ഒരു 100 10 100 ആൾക്കാർ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സമുദായത്തിൻ്റെ താല്പര്യം എന്നുള്ളതിനേക്കാൾ തങ്ങളുടെ സംഘടനയുടെ നിലനിൽപ്പ്, തങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പ്, അതിൻ്റെ ഒരു പ്രൗഢി, ഇതൊക്കെ ആയിരിക്കും ചില ആളുകൾക്കെങ്കിലും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാൻ പൂർണ്ണമായി ഇല്ല എന്ന് പറയുന്നില്ല. ഒരു സംഘടന അല്ലെങ്കിൽ പാർട്ടി, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി, അതിന്റെ നിലനിൽപ്പ് എന്നുള്ളത് 1000 ആൾക്കാരൊക്കെ മൊത്തത്തിൽ കേരളത്തിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ആ 1000 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പണി ചെയ്തത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അവർ സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് സമുദായത്തിന്റെ താല്പര്യങ്ങളെ കണക്കിലെടുക്കാതെ ചിലപ്പം ഈ പറഞ്ഞതുപോലെ വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. കുറച്ച് 1000 2000 ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഒന്നും കിട്ടില്ല. കാരണം സമൂഹം നോക്കുന്നത്, അല്ലെങ്കിൽ സമുദായം നോക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്മാർ നോക്കുന്നത് നിലപാടുകളിലേക്കാണ്. നിങ്ങൾ എന്താണ് ചെയ്തത്, അതാണ് ഇവിടെ അൾട്ടിമേറ്റ്ലി ബാക്കിയാവുക. നിങ്ങൾ എന്താണ് ചെയ്തു കൂട്ടിയത്? ഇനി അതിന് കോമ്പൻസേഷൻ തരികയാണെങ്കിൽ, കോമ്പൻസേറ്റ് ചെയ്യാണ്, ഈ സമുദായത്തിനോടൊരു നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയുമല്ല കൊടുക്കേണ്ടത്. ഒരിക്കലും സംഘടനകളെ തൃപ്തിപ്പെടുത്തിയിട്ടോ സംഘടനകളെ പ്രീണിപ്പിച്ചിട്ടോ പ്രീതിപ്പെടുത്തിയിട്ടോ അല്ല കൊടുക്കേണ്ടത്. അത് വ്യക്തമായ അവകാശങ്ങളിൽ പ്രതിഫലിച്ച് കാണണം. അത് നിഷേധിക്കപ്പെട്ട നീതി തിരിച്ചു കൊടുത്തുകൊണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് അങ്ങനത്തെ നീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെന്നല്ല, ഏതൊക്കെ അരികുവൽക്കരിക്കപ്പെട്ട സംഭവങ്ങളാണുള്ളത് അവരുടെ എല്ലാം പിന്തുണ കിട്ടും. ഈഴവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയിട്ട് കാര്യമില്ല, വോട്ട് കിട്ടില്ല. ഈഴവരുടെ ഭൂരിപക്ഷ പ്രദേശങ്ങൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ? ജയിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതുകൊണ്ടോ, അദ്ദേഹം പറഞ്ഞ സകല നെറുകേടും ഏറ്റെടുത്തത് കൊണ്ടോ, അദ്ദേഹം പറഞ്ഞ സകല മുസ്ലിം വിരുദ്ധതകളും എടുത്ത് സരസ്വതി വിളയാടുകയാണെന്ന് ഇരുത്തി പറഞ്ഞതുകൊണ്ടോ ആ ഈഴവ വോട്ട് കിട്ടില്ല, ഷുവർലി കിട്ടില്ല. NSS മേ ബി കിട്ടിയേക്ക് അറിയില്ല, ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിയെ പറ്റി ധാരണല്ല. വേറെ ഏത് സമുദായ സംഘടനകളാണെങ്കിലും മതസംഘടനകളാണെങ്കിലും അവരുടെ നേതൃത്വം പറയുന്നതിനനുസരിച്ച് ബ്ലൈൻഡായി വോട്ട് ചെയ്യുന്ന ആളുകളല്ല. അതിനകത്ത് നേതൃത്വത്തിന് ഒരു വിലയില്ല എന്നല്ല. നേതൃത്വം പറയുന്നത് വിലയുള്ളതാണെങ്കിൽ സ്വീകരിക്കുന്നവരും അത് കേട്ട് ബ്ലൈൻഡായിട്ട് അബദ്ധം ചെയ്യാത്തവരുമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും. അതല്ല പോട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഈ പിന്നെ ആക്ഷൻസിൽ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയാണ്. ഈ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറന്ന് പൊട്ടുക എന്ന് പറഞ്ഞ രൂപത്തിൽ അങ്ങനെ പാളി. അതിനുശേഷമെങ്കിലും CPM മനസ്സിലാക്കിയിട്ട് പറയാണ്, ഞങ്ങൾ ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വീകരിച്ച നിലപാടുകൾ അതിൽ അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്. അതിൽ പ്രശ്നമില്ല, അതിൽ ഞങ്ങളെ തിരുത്തുന്നു, അല്ലെങ്കിൽ പിന്നെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പോളിസിയിൽ അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന ഒറ്റ പ്രസ്താവന, ഒരു പക്ഷേ ഞാൻ പറയുന്നു, ആ ഒറ്റ പ്രസ്താവന ഉണ്ടെങ്കിൽ CPM വോട്ട് ചെയ്യാൻ കാത്തുക്കുന്ന ഒരു പക്ഷേ ഇപ്പം ഈ സംഘടനനെ കൂട്ടിപ്പിടിച്ച് കിട്ടിയതിന്റെ ഒരു 100 ഇരട്ടി വോട്ട് കിട്ടും. ഇപ്പൊ നമ്മൾ ചെയ്ത വീഡിയോക്ക് പോലും താഴത്ത് ഒരാൾ കമന്റ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അരിവാളിനല്ലാതെ കുത്തിയത്. നിങ്ങൾ ഞങ്ങളുടെ അങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ട് CPM എന്ന് പറഞ്ഞുകൊണ്ട്, തോറ്റ CPM എന്ന് പറഞ്ഞ ഞങ്ങളുടെ വീഡിയോന്റെ കമന്റ് എടുത്ത് നോക്കുക. അതിൽ ഒരുപാട് ആളുകൾ, ഞങ്ങൾക്ക് പേഴ്സണലി ബന്ധപ്പെട്ട ആളുകളുണ്ട്, പബ്ലിക്കായിട്ട് കമന്റ് ചെയ്ത് ഒരുപാട് ആളുകൾ. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് CPM വോട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഉപ്പമ്മമാരടക്കം ഞങ്ങൾ LDF മാത്രമേ വോട്ട് ചെയ്തു. അരിവാളിനല്ലാതെ കുത്താത്ത മനുഷ്യന്മാർ എത്രയോ ആളുകൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരാൾ പറഞ്ഞത് ഞാൻ ഫാമിലിയായിട്ട് ഇടതുപക്ഷമാണ്, പക്ഷെ ഇപ്രാവശ്യം അയാൾ ചെയ്തെന്താ വെച്ചാൽ, എനിക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ഒരു താല്പര്യമില്ല, പക്ഷെ ഇപ്രാവശ്യം അയാൾ വീട് കയറിക്കൊണ്ട്, റിലേറ്റീവ്സിന്റെ വീട് കയറിക്കൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാണ്. എന്താ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ CPM അത്രമേൽ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അവർ. ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്, വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ അബദ്ധം പറ്റി, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പിന്നെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഞങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന ഒറ്റ പ്രസ്താവന, നിങ്ങൾ ചിലപ്പം ബാക്കി അതിൻ്റെ ഫോളോ അപ്പ് പോലും ഇല്ലാതെ ഒറ്റ പ്രസ്താവന ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് ആ ആളുകളൊക്കെ CPM കുത്തുവരും. പക്ഷെ ധാർഷ്ട്യവും വാശിയും കാരണം സമ്മതിച്ചിട്ട് പോലുമില്ല. എന്താ ഭരണവിരുദ്ധ വികാരമില്ല, അല്ലെങ്കിൽ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഞങ്ങൾ നയങ്ങളിലില്ല. വെള്ളാപ്പള്ളി എന്തോ വെള്ളാപ്പള്ളി പ്രശ്നം, വെള്ളാപ്പള്ളിക്ക് എന്താ പ്രശ്നം, എവിടെ വർഗീയത തർക്കിച്ച് എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്, അത്തരം ചാപ്പകുത്തലുകൾക്കും വ്യാഖ്യാനങ്ങൾക്കും കേരളത്തിലെ
ചിന്തിക്കുന്ന മനുഷ്യന്മാരാണ്, അവർ ചിന്തിക്കുന്നേ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ നിന്ന് ആളുകൾ വന്നിട്ടല്ലേ നിങ്ങളെ കോട്ടകൾ പൊളിക്കുന്നത്. പയ്യന്നൂർ ആരാ ജയിച്ചേ, തളിപ്പറമ്പ് ആരാ ജയിച്ചേ, ജി സുധാകരൻ എവിടെയാ, അപ്പോൾ എന്താ സംഭവിച്ചേ? ഇതൊക്കെ നിങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ആളുകൾ വന്ന് നിങ്ങളുടെ കോട്ടകളിൽ നിങ്ങളെ തോൽപ്പിക്കുന്നു. എന്തുകൊണ്ട് ആറ് റൗണ്ട് വരെ എന്തുകൊണ്ട് ബഹുമാനായ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചറെ കഴിഞ്ഞാൽ രണ്ടാമത് ഭൂരിപക്ഷമുള്ള മനുഷ്യൻ 6 റൗണ്ട് വരെ എന്തുകൊണ്ടാണ് പിന്നിൽ പോയേ? എന്തുകൊണ്ടാണ് കണ്ണൂർ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത്? അത്രയും ആളുകൾ നിങ്ങൾ അവിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ആ അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നത്? റിവ്യൂ ചെയ്യാത്തതുകൊണ്ട്, അഥവാ നിങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി പ്രത്യേകം ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്തതുകൊണ്ട്. ആ മനസ്സിലാക്കലില്ലായ്മ അത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ട് പരിഹാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഷോർട്ട് കട്ടുകൾ ഒരിക്കലും ഏതോ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിനെ പിടിച്ചു കഴിഞ്ഞാൽ അവർ 1-2 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് എന്താ പറയുക വോട്ട് മറിച്ചതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ വോട്ട് മറിച്ച സ്ഥലങ്ങളിൽ 40,000 വോട്ടിനൊക്കെ തോറ്റിട്ടുണ്ടോ വേറെ വിഷയങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതോ ഒരു മതസംഘടന ഞങ്ങളുടെ സപ്പോർട്ട് ഇങ്ങനെ ആർക്കും അങ്ങനെയൊക്കെ എന്തോ പൊതിഞ്ഞു വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുറേ വോട്ട് കിട്ടും എന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ, അവരുടെ സമ്മേളനത്തിൽ വന്ന വലിയ കൂട്ടം ആളുകൾ എല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ, ആ മനുഷ്യർ മതവിഷയത്തിൽ തീരുമാനമെടുക്കുന്ന പോലെയല്ല അവർ രാഷ്ട്രീയ വിഷയങ്ങൾ തീരുമാനമെടുക്കുക എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ബോധ്യം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഏതെങ്കിലും വായിക്കണം. ഈ 36 സീറ്റിൽ ചുരുങ്ങിയതിൽ നിന്നെങ്കിലും ആ വായന ഉണ്ടാവണം എന്നുള്ളതാണ്. ആ വായന ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ പരിഹാരമൊന്നുമില്ല, തിരിച്ചുവരവ് അസാധ്യമായി അവിടെ അങ്ങനെ മണയും കിടക്കുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് പരിഹാരങ്ങൾ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് ആലോചിച്ച് നോക്കുക. ഈ സംഘടനകളെ പിടിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഈ പാർട്ടികളെ പിടിച്ചുകൊണ്ട്, രാഷ്ട്രീയ കക്ഷികളെ പിടിച്ചതുകൊണ്ട് എന്താ ഉണ്ടായത്? ഒന്നുമില്ല. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അതിനൊന്നും ഒരു എഫക്റ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു സമുദായത്തെ നിങ്ങൾക്ക് കൂടെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വിഷയങ്ങളിൽ അനീതി പ്രവർത്തിക്കാതിരിക്കുക. അത് ഏത് സമുദായമാണെങ്കിലും, അത് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണ് ആരാണെങ്കിലും. ഈഴവരുടെ വിഷയം ഇത് വളരെ പ്രധാനമാണ്. ഈഴവർക്ക് കണക്കെടുത്ത് നോക്കുമ്പോൾ മുസ്ലിങ്ങൾ അവഗണിക്കപ്പെടുന്നത് പോലെയോ അതിനേക്കാൾ അധികമോ ഈഴവർ അവഗണിക്കപ്പെടുന്നുണ്ട്. ആ അവഗണനയെ പരിഹരിക്കുന്നത് എന്താ ചെയ്യുന്നറിയോ? വളരെ വളരെ നീചനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെ, നേതാവിനെ, സാമുദായിക നേതാവിനെ, അതും അവർക്കെതിരെ എന്താ പറയുക സാമ്പത്തിക ഇടപാടിൽ കുറ്റകൃത്യം ചെയ്തൊരു മനുഷ്യനെ, വെള്ളാപ്പള്ളി നടേശനെ, അയാളെ പ്രീണിപ്പിക്കുന്നത്. ഈഴവരുടെ സമ്പത്ത് മുഖ്യ ഒരു മനുഷ്യൻ, അയാളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഈഴവരുടെ വോട്ട് അല്ല, ഈഴവർക്ക് നീതി കൊടുക്കും, അവരുടെ വിഷയങ്ങൾ പരിഗണിക്കും, ഈഴവരുടെ വോട്ട് കിട്ടും. മുസ്ലിങ്ങളെ പരിഗണിക്കും, മുസ്ലിങ്ങളുടെ വിഷയങ്ങളിൽ ഗൗരവമായിട്ട് അനീതി കാണിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും. അതാണ് ജനാധിപത്യ സംവിധാനങ്ങളിൽ ഇടപെടേണ്ട രൂപം എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. ആ രൂപത്തിൽ ഇനിയെങ്കിലും കാര്യങ്ങളെ പുനരാലോചിക്കാനും തിരുത്തലുകൾ വരുത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷം വേണം, ഇടതും വലതും കൃത്യമായി ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു പൊളിറ്റിക്സാണ് കേരളത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത് എന്നുള്ളത് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇങ്ങനെയുള്ള ഈ കളികൾ കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം.